അസ്സലാമലൈക്കും. ഞാൻ ഡോക്ടർ ഫർജി. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി എയർപോർട്ടിലാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് ഫലസ്തീനിൽ പോയി അവിടുത്തെ രോഗികളെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊരു ചാൻസ് കിട്ടി. എൻ്റെ കൂടെ കുറേ ഡോക്ടർമാരൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഫലസ്തീനിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ റൂമിൽ ഫ്രഷായി വരികയാണ്. അപ്പം നമ്മൾ വണ്ടി വരും. എന്നിട്ടാണ് ഫലസ്തീൻ ക്യാമ്പിലേക്ക് പോകേണ്ടത്. ക്യാമ്പിൽ പോയതിനു ശേഷം അവിടുത്തെ രോഗികളെ ട്രീറ്റ്മെന്റിന് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാകുന്നു. കാരണം ബിൽഡിങ്ങുകളും പുരകളൊക്കെ തകർന്നു കിടക്കാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. കാരണം അത്രയും ദയനീയമായ അവസ്ഥയാണ്. നമുക്ക് ക്യാമ്പിൽ വെച്ച് കാണാം. അപ്പോൾ നമ്മൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം രോഗികളെ അപ്പം നമ്മൾ ഈ രോഗികളെ ട്രീറ്റ്മെന്റിന് കഴിഞ്ഞ ശേഷം പുറത്തു വന്നതാണ്. ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. രോഗികളെല്ലാം കണ്ട ഭയങ്കര വിഷമമാകും. അത്രയും സങ്കടപ്പെടുന്ന കാര്യമാണ്. കാരണം ഓരോരുത്തരെയും പരിക്കുകൾ കണ്ട് ഭയങ്കര വിഷമമാകുന്നു. കാരണം അത്രയും പരിക്കുകൾ പറ്റിയ ആളുകളാണ്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരാൾ കാണാം. ഇപ്പൊ എന്താണ് മുഹമ്മദ് ഇക്ബാൽ. ഇയാൾക്ക് കുടുംബം മൊത്തം നഷ്ടപ്പെട്ടു, ഭാര്യ അടക്കം നഷ്ടപ്പെട്ടു. എന്തൊരു ഭാഗ്യം കൊണ്ട് മകനെ മാത്രം തിരിച്ചു കിട്ടി. അത് വലിയ ഭാഗ്യമാണ്. ഒരു കുട്ടി കരയാണ് അവിടെ. അത്രയും പരിക്ക് പറ്റിയിട്ടാണ് ഉള്ളത്. അപ്പം നമ്മളൊക്കെ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾക്ക് ദ്വാരക്കുക. ഇവിടെ വന്ന് സന്ദർശിക്കാൻ പറ്റുന്നവർ ഇവിടെ വന്ന് സന്ദർശിക്കുക. അത്രയും ദയനീയമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇസ്രായേൽ ഫലസ്തീനുകാരെ എത്രയെത്രയും എതിർത്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണാം. 5 ദിവസം മുന്നേ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. 60 രോഗികളുള്ള ആ ഹോസ്പിറ്റൽ ബോംബിട്ട് തകർത്തു കളഞ്ഞു. അത്രയും ദയനീയമായ അവസ്ഥയാണ്. നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ഫലസ്തീനുകാരോട് നിൽക്കാൻ. കാരണം അത്രയും ദയനീയമായ അവസ്ഥയാണ് ഇവിടെ. നമ്മൾ എല്ലാവരും ഫലസ്തീനു വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ഇവിടെ വന്ന് സന്ദർശിക്കാൻ പറ്റുമ്പോൾ സന്ദർശിക്കുക. നിങ്ങൾ ആരും പറയുന്നത് കേട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ പാടില്ല. ഇവിടുത്തെ കാര്യങ്ങൾ വന്നറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ അവസ്ഥകളൊക്കെ അത്രയും ദയനീയമായ അവസ്ഥയാണ്. നിങ്ങൾ പത്രത്തിൽ കാണുന്നത് പോലെയല്ല ഇവിടുത്തെ അവസ്ഥകൾ. അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആരെന്ത് പറഞ്ഞാലും ഞാൻ ഫലസ്തീനു വേണ്ടി പൊരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പം അത്രയും ദയനീയമായ അവസ്ഥയാണ് ഇവിടെ. ഇവിടെ കാണാം ധാരാളം പുരകളൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ കളറുകളൊന്നും കാണുന്നില്ല. ഫുള്ള് കറുത്ത നിലയിലാണ്. കാരണം അവർ ഫുൾ ആക്രമിച്ച് ഇവിടെ മൊത്തം എല്ലാം ഇടിഞ്ഞ് തകർന്നു പോയിട്ടുണ്ട്. അത്രയും പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ഫലസ്തീനു വേണ്ടി ദുആ ചെയ്യണമെന്ന് ഞാൻ ആദ്യമായി പറയുന്നു. കാരണം ഇത്രയും പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അവിടേക്കൊക്കെ നോക്കിയാൽ കാണാം. ഇഷ്ടംപോലെ കബറുകളാണ്. ഇസ്രായേലുകാർ ഫലസ്തീനെ കൊന്ന ഈ കുട്ടികളുടെ കബറാണ്. കുട്ടികളൊക്കെ പാവക്കുട്ടികളെ പോലെ കണ്ട് കൊന്നിടുകയാണ്. സ്ത്രീകളെയും വൃദ്ധന്മാരെയൊക്കെ കൊന്നിടുകയാണ് ഇസ്രായേൽ. ഒരു ദയയില്ലാത്ത മനസ്സോടെയാണ് ഇസ്രായേൽ കൊന്നിടുന്നത്. ദയനീയമായ അവസ്ഥയാണ് ഇവിടെ. അത്രയും ക്രൂരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലുകാർ. അപ്പം നമ്മളെല്ലാവരും ഫലസ്തീനെ ദുആ ചെയ്യണം പറയുന്നു. പിന്നെ നമ്മൾ കുറച്ചു പേരെയും ട്രീറ്റ്മെന്റ് ചെയ്യാനുണ്ട്. നമുക്ക് അവരെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. അവരുടെ പരിക്കുകൾ കണ്ടാൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമാകും. കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്രയും പ്രയാസമുള്ള കാര്യമാണ് ഇവിടെ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.